ഇന്ന് OTT റിലീസിന് വമ്പൻ സിനിമകളാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാ സിനിമകളെന്നൊക്കെ വീഡിയോയിലോട്ട് ഒന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്ന കൽമൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സിനിമ ദൃഢം. ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ക്രൈം ത്രില്ലർ മൂവിയാണ് ദൃഢം. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ കഴിഞ്ഞ മാസമായിരുന്നു തിയേറ്ററുകളിലേക്ക് റിലീസായത്. തിയേറ്ററുകളിൽ ഇന്ന് ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത സിനിമ ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ നായകനായെത്തുന്ന ഹൊറർ കോമഡി മൂവിയാണ് ഭൂത് ബംഗ്ല. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ്. ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഹൊറർ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ഇന്ന് ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത സിനിമ പൊങ്കാല. ശ്രീനാഥ് ബാസി നായകനായെത്തുന്ന ആക്ഷനും ക്രൈം ത്രില്ലർ മൂവിയാണ് പൊങ്കാല. AB ബിനിൽ സംവിധാനം ചെയ്ത ഈ സിനിമ ജനുവരി മാസമായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം മേടിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത സിനിമ കറുപ്പ്. വലിയൊരു നാളുകൾക്ക് ശേഷം സൂര്യയുടെ കംബാക്ക് അടിച്ച സിനിമയാണ് കറുപ്പ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് RJ ബാലാജിയാണ്. RJ ബാലാജി തന്നെയാണ് ഈ സിനിമയിൽ വില്ലനായി എത്തുന്നതും. ഇവരെ കൂടാതെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത് ഇന്ദ്രൻ, തൃഷ, ശാസിക എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസായ ഈ ഫാന്റസി ആക്ഷൻ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ഇന്ന് വലിയൊരു വിജയമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമയ്ക്ക് 300 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ഈ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ലാംഗ്വേജിലും ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്.